ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇതുപോലെയുള്ള കുർത്ത കട്ട് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ്. കണ്ടല്ലോ നമുക്ക് ഓർഡർ കിട്ടിയതാണിത്. കണ്ടല്ലോ 4 കുർത്ത. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കണ്ടല്ലോ ഇതുപോലെയുള്ള ക്ലോത്ത് 2.5 മീറ്ററാണ് ഈ 4 കുർത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തത്. അതുപോലെ പാൻറ്റിന് വേണ്ടി വെള്ള ക്ലോത്താണ് എടുത്തിട്ടുള്ളത്, കോട്ടൻ്റെ ക്ലോത്ത്. ഈ 4 കുർത്തയിലുള്ള വലിയ ഈ കുർത്ത കട്ട് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ 8 വയസ്സുള്ള ഒരു കുട്ടിക്കുള്ള കുർത്തയാണ് കട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ക്ലോത്ത് ഇതുപോലെ 2 ഫോൾഡറായി മടക്കി വെക്കുക. ആദ്യം നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ 2 ഫോൾഡറായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ലെങ്ത്ത് നമുക്ക് 25 വേണ്ടത്. അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് 27 അടയാളപ്പെടുത്തുക. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. അപ്പം ബിഗിനേഴ്സ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവർക്ക് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ 5.5 അടയാളപ്പെടുത്തുന്നത്, 5.5 ഇഞ്ച്. അതുപോലെ ഷോൾഡറിൽ നിന്നും 1 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തുക. ഷോൾഡർ നമുക്ക് 5.5 കിട്ടിയത്. അതുപോലെ തന്നെ ആം ഹോളും 5.5 അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതുപോലെ വരച്ച് ഒരു കർവ് വരയ്ക്കുക. കണ്ടില്ലേ, ഇതുപോലെ കർവ് വരയ്ക്കുക. അടുത്തതായിട്ട് ചെസ്റ്റ് അടയാളപ്പെടുത്താം. അപ്പോൾ 6.5 നമുക്ക് ചെസ്റ്റ് വേണ്ടത്. മൊത്തം 13 നമുക്ക് വേണ്ടത്. അതിൻ്റെ പകുതി 6.5 അടയാളപ്പെടുത്തിയതിന് ശേഷം അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്യുക. ഇനി അതുപോലെ ഏറ്റവും താഴെ 7 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പം 1/2 ഇഞ്ച് ഏറെ ഇട്ടിട്ട് വേണം താഴെ അടയാളപ്പെടുത്താൻ. അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ വേസ്റ്റ് ലെങ്ത്ത് 12 അടയാളപ്പെടുത്താം. അപ്പോൾ ഞാനിവിടെ അളവെടുക്കുന്ന രീതി ഒരു കൈക്കുഴി മുതൽ അടുത്ത കൈക്കുഴി വരെയാണ് ചെസ്റ്റ് അളവെടുക്കാറുള്ളത്. അപ്പം അതിൻ്റെ പകുതി 6.5 ചെസ്റ്റ് അടയാളപ്പെടുത്തിയത്. അപ്പോൾ അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് 6 ഇഞ്ച് വേസ്റ്റ് വിഡ്ത്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ അടയാളപ്പെടുത്തിയ എല്ലാ ഭാഗവും ഇതുപോലെ ജോയിൻ ചെയ്ത് എടുക്കുക. ഒരു അളവ് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഷോൾഡറിൽ നിന്നും 16 ഇഞ്ച് ലെങ്ത്തിലാണ് നമുക്ക് സ്ലിറ്റിന് വേണ്ടി, ഷെയ്ഡ് ഓപ്പണിന് വേണ്ടി അളവെടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നെക്ക് അടയാളപ്പെടുത്താം. നെക്ക് ലെങ്ത്ത് 2.5, നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. നെക്ക് ലെങ്ത്ത് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് പെട്ടിക്കോളമായി കർവ് വരയ്ക്കുക. ഇനി നമ്മൾ ഒരു സ്ലോപ്പിന് വേണ്ടി 1 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലോ, ആ ഭാഗത്ത് നിന്നും നെക്കിൻ്റെ ആ ഒരു ലൈനിലേക്ക് ഇതുപോലെ ചെരിഞ്ഞ ലൈൻ കൊടുത്ത് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. അതിനുവേണ്ടി ബാക്ക് പാർട്ടിന് വേണ്ടി 2 ഫോൾഡറായി മടക്കി വെക്കുക. ഇനി ഫ്രണ്ട് പാർട്ട് അതിന് മുകളിൽ വെച്ച് കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെയും കാട്ടിലും ഷോൾഡറിൻ്റെ മുകളിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, ഇങ്ങനെ ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതുപോലെ ഷോൾഡറിൻ്റെ ആ ഒരു ചെരിഞ്ഞ ഭാഗത്ത് നിന്നും മുകളിലേക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ നേരെ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് വിഡ്ത്ത് 2 ഇഞ്ചും 3/4 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി കർവ് വരച്ച് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തതുപോലെ തന്നെ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കുക.
കണ്ടില്ല, ഇതുപോലെ സ്ലോപ്പൊക്കെ വരച്ച് ആം ഹോളിൻ്റെ അതിലൂടെ ഫ്രണ്ട് പാർട്ടിലൂടെ കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ബാക്ക് പാർട്ട് നെക്ക് കട്ട് ചെയ്ത് ഷോൾഡറിലൂടെ കട്ട് ചെയ്ത് ആം ഹോള് കട്ട് ചെയ്ത് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് പാർട്ടിൽ കൈക്കുഴി കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുഴിച്ച് വെട്ടാനുണ്ട്. 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് ഫ്രണ്ട് പാർട്ടിൽ. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ 1/2 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് അടയാളപ്പെടുത്തുക. ആം ഹോളിൻ്റെ ഉള്ളിലേക്ക് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം കുഴിച്ച് ഇതുപോലെ കർവ് വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് സ്ലീവ് കട്ട് ചെയ്യാനുണ്ട്. സ്ലീവിന് വേണ്ടി ക്ലോത്ത് 4 ഫോൾഡറായി മടക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിലേക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്ത് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ കഴിയും, വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. സ്ലീവ് ലെങ്ത്ത് 16, അതിലേക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് പഠിക്കട്ടെ. ഏറ്റവും താഴെ 3.25 ഇഞ്ച് അടയാളപ്പെടുത്തി 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുക. ഏറ്റവും മുകളിൽ 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി അതിലേക്ക് 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുക. കർവിന് വേണ്ടി 2 ഇഞ്ച് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി ഇതുപോലെ ഒരു കർവ് വരച്ച് അടയാളപ്പെടുത്തുക. അതുപോലെ ലെങ്ത്ത് 7ൽ നിന്നും സ്ലീവിൻ്റെ മുകളിൽ നിന്ന് 7 ഇഞ്ച് ലെങ്ത്ത് 4 അടയാളപ്പെടുത്തി അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്യുക. കണ്ടില്ലേ, ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കുക. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് പ്ലാക്കറ്റിന് വേണ്ടി 2 പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. കണ്ടല്ലോ, ഈ ഒരു ഹുക്സ് വെക്കാനുള്ള പാർട്ടാണ് ഇനി കട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ഹുക്സ് വെക്കാനുള്ള ഭാഗം 3 ഇഞ്ച് വിടുത്തും താഴെ വെക്കാനുള്ള ആ ഒരു പോർഷന് 2.5 ഇഞ്ചുമാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ ഏകദേശം കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ സ്റ്റിച്ചിങ് ഈ വീഡിയോയിൽ വിടുന്നില്ല, ഇതിൻ്റെ ബാക്കിൽ വരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.